ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, ജോയ ലൂക്കാസ്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് ജ്വല്ലറി, MG റോഡ്, തൃശൂർ. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ഹോട്ടലിൽ നിന്ന് 16 ലക്ഷം രൂപയുടെ കള്ളനോട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പടിഞ്ഞാറ് വെമ്പലൂർ സ്വദേശി അശോകനാണ് പിടിയിലായത്. കൂട്ടുപ്രതികൾ കാമറൂൺ സ്വദേശികളാണെന്ന് പോലീസ്. പൂങ്കുന്നത്ത് ആഫ്രിക്കൻ ഒച്ചിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം. റെയിൽവേ സ്റ്റേഷന്റെയും ഇതര സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി പരാതി. 56,000 കുടുംബങ്ങൾക്ക് മാർച്ച് 31-നകം പുതിയ വീട്ടിൽ ഗൃഹപ്രവേശം ഒരുക്കുമെന്ന് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ. അടുത്ത വർഷം 1 ലക്ഷം കുടുംബങ്ങൾക്കും വീട് പണിത് നൽകുമെന്നും മന്ത്രി. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടുമ്പ് സ്വദേശി ആഷിഖാണ് മരിച്ചത്. കാർഷികാഭിവൃദ്ധിക്കായി കേരള കാർഷിക സർവകലാശാലയെ മാറ്റിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. കാർഷിക കർമ്മസേനയുടെയും അഗ്രോ സർവീസ് സെന്ററുകളുടെയും ഏകോപനം സാധ്യമാക്കുമെന്നും മന്ത്രി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ഹോട്ടലിൽ നിന്ന് 16 ലക്ഷം രൂപയുടെ കള്ളനോട്ട് കണ്ടെത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലായ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മതിലകം പടിഞ്ഞാറ് വെമ്പല്ലൂർ സ്വദേശി വാഴൂർ വീട്ടിൽ അശോകനെയാണ് ഈസ്റ്റ് CI KC സേതുവിന്റെ നേതൃത്വത്തിൽ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 6-നാണ് KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഹോട്ടലിൽ മുറി വാടകയ്ക്കെടുക്കാനെത്തിയ 2 വിദേശികളും മലയാളിയായ ഒരാളും കൊണ്ടുവന്ന ബാഗിൽ നിന്ന് 16 ലക്ഷം രൂപയുടെ കള്ളനോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള കടലാസുകളും കണ്ടെടുത്തത്. ഹോട്ടലിൽ നിന്നും ലഭിച്ച ഏക CCTV ക്യാമറ ദൃശ്യത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചത്. KSRTC സ്റ്റാൻഡിലെ ടാക്സി ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവറെ തിരിച്ചറിഞ്ഞു. ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ യാത്ര ചെയ്ത കൊടുങ്ങല്ലൂർ ഭാഗം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ നഗരത്തിലെ ട്രാവൽ ഏജൻസി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വെമ്പല്ലൂർ സ്വദേശിയായ അശോകനെക്കുറിച്ച് വിവരം ലഭിക്കുന്നതും പ്രതി പിടിയിലാകുന്നതും. SI MJ ജിജോ, ഷാഡോ പോലീസ് അംഗങ്ങളായ SI VK അൻസാർ, ASIമാരായ PM റാഫി, NG സുബ്രതകുമാർ, സീനിയർ CPOമാരായ TV ജീവൻ, PK പഴനിസ്വാമി, MS ലിഗേഷ്, വിപിൻ ദാസ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. TCV തൃശൂർ. കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ അശോകൻ വിദേശത്ത് ജയിലിൽ കഴിയുമ്പോഴാണ് കാമറൂൺ സ്വദേശികളുമായി ബന്ധം സ്ഥാപിച്ചതും നാട്ടിലെത്തി കള്ളനോട്ട് അച്ചടിച്ച് വിതരണം ചെയ്തതെന്നും പോലീസ്. 36 വർഷത്തോളമായി ഗൾഫിൽ AC മെക്കാനിക്കായി അശോകൻ ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം നിരോധിത മദ്യവിൽപ്പന നടത്തിയതിനെ മസ്കറ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും 6 മാസത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്തു. ജയിലിൽ വെച്ചാണ് ATM തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കാമറൂൺ സ്വദേശികളുമായി പരിചയത്തിലായത്. പിന്നീട് കള്ളനോട്ടടിയെക്കുറിച്ച് വിദേശികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. വിദേശത്തു നിന്ന് വിസ ക്യാൻസലാക്കി നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം കാമറൂൺ സ്വദേശികളുമായി ചേർന്ന് കള്ളനോട്ട് അച്ചടി തുടങ്ങി. അറസ്റ്റിലായ പ്രതിയും വിദേശികളും ചേർന്ന് എത്ര ലക്ഷം രൂപയുടെ കള്ളനോട്ട് അടിച്ചിട്ടുണ്ടെന്നും എത്ര കള്ളനോട്ട് വിതരണം ചെയ്തിട്ടുണ്ടെന്നും സംബന്ധിച്ച് അശോകനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ വിവരം ലഭിക്കുകയുള്ളൂ എന്ന് അന്വേഷണ സംഘം പറഞ്ഞു. കള്ളനോട്ട് കേസിലെ വിദേശികളെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. അച്ചടിച്ച കള്ളനോട്ടും അച്ചടിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറും മറ്റു ഉപകരണങ്ങളും കണ്ടെത്തേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ പൂങ്കുന്നത്തെ ആഫ്രിക്കൻ ഒച്ച് പ്രശ്നത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം. ഒച്ചശല്യം പ്രദേശത്തെ റെയിൽവേ സ്റ്റേഷന്റെയും ഇതര സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ മാസം 18-നാണ് തൃശൂർ പൂങ്കുന്നത്ത് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം കണ്ടെത്തിയ വാർത്ത TCV സംപ്രേഷണം ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മേയർ അജിത ജയരാജൻ അടക്കമുള്ള കൗൺസിലർമാരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പീച്ചി വനഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധരുമെല്ലാം സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ മരുന്ന് തളിക്കലല്ലാതെ ഇവയെ ഉന്മൂലനം ചെയ്യാനോ പ്രതിരോധിക്കാനോ കൃത്യമായ ഒരു പ്രവർത്തനം നടത്താൻ അധികൃതർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതിനിടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് 100 തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഗാ ശുചീകരണ പരിപാടികൾക്ക് കോർപ്പറേഷൻ രൂപം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലാതായതോടെ ഒച്ചുകളും പെരുകാൻ തുടങ്ങി. വീടുകളിലും ഫ്ളാറ്റിലും സ്ഥാപനങ്ങളിലുമെല്ലാമായി വ്യാപിച്ച ഇവയിപ്പോൾ
പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷന്റെയും പ്രവർത്തനത്തെ ബാധിച്ചു തുടങ്ങി. 250-300 ഒച്ചിനെ രാത്രി ഞാൻ കോരിക്കൊണ്ട് എറിഞ്ഞ് കളയാണ്. ഉപ്പിട്ട് തോറ്റു, ചീഞ്ഞ് നാറി മണത്തുകൊണ്ട് നമ്മൾ ഇത്ര ദിവസങ്ങൾ ഇവിടെ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒച്ചിൻ്റെ മേലെ കൂടെ വേണം തിരിഞ്ഞ് മറിഞ്ഞ് ഞങ്ങൾ വണ്ടികൾ അറ്റൻഡ് ചെയ്യാൻ, ട്രെയിൻ അറ്റൻഡ് ചെയ്യണം. ഞങ്ങൾക്ക് ഈ അറ്റൻഡ് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല. പ്രശ്നം റിപ്പോർട്ട് ചെയ്ത് 10 ദിവസം പിന്നിടുമ്പോൾ ഒച്ചുകളുടെ വ്യാപനവും ഇതുമൂലമുണ്ടാകുന്ന രൂക്ഷഗന്ധവും ജനജീവിതത്തിനൊപ്പം തൊഴിലിടങ്ങളിലും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. രാവിലെ നമ്മൾ സൊസൈറ്റി തുറക്കാറാവുമ്പോൾ വരാന്തയിൽ ധാരാളം ഒച്ചുകൾ അവിടെ കാണും. അത്യാവശ്യം ചെറിയാവിൻ്റെ കുട്ടികൾ അകത്തും കാണും, ചുമരുമലൊക്കെ. അപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് വളരെ അത് വിഘാതമായി വരാറുണ്ട്. കാലത്ത് ഒരു മിക്കവാറും ഒരു അരമണിക്കൂറിനേക്കാൾ അധികം അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വരാറുണ്ട്. പ്രദേശമാകെ കാണപ്പെടുന്ന ജീവനുള്ളതും ചത്തതുമായ ഒച്ചുകൾ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇതൊഴിവാക്കാൻ കോർപ്പറേഷൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ജനങ്ങളുടെ ഭയം അകറ്റുന്നതിനുള്ള യാതൊരു വക നടപടിയും തൃശ്ശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിനോ ഭരണ സംവിധാനത്തിനോ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അടക്കമുള്ള ആളുകൾ വീടുകളിലൊക്കെ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ജനങ്ങളുടെ ഭയം അകറ്റുന്നതിന് വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണം എന്നുള്ളതാണ് പ്രതിപക്ഷാംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയൽ അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ പ്രദേശത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. കേവലം ഒരു പ്രതിരോധ പ്രവർത്തനത്തിൽ ഒതുക്കാതെ ശക്തമായ ഉന്മൂലന നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരും നാളുകളിൽ ആഫ്രിക്കൻ ഒച്ചുകൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച് പ്രശ്നം രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പാണ് പരിസരവാസികൾ നൽകുന്നത്. TCV തൃശൂർ. റേഷൻ കാർഡ് ഉണ്ടായിട്ടും വീടില്ലാത്ത 5,90,000 പേരിൽ 56,000 കുടുംബങ്ങൾക്ക് മാർച്ച് 31-നകം പുതിയ വീട്ടിൽ ഗൃഹപ്രവേശം ഒരുക്കുമെന്ന് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ അറിയിച്ചു. അടുത്ത വർഷം 1,00,000 കുടുംബങ്ങൾക്കും വീട് പണിത് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റേതുൾപ്പെടെ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പുരോഗതി ടൗൺഹാളിൽ അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി. തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം തുടർ പ്രക്രിയയായി ഏറ്റെടുക്കണം. ഇതിനായുള്ള തൃശൂർ കോർപ്പറേഷന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. പദ്ധതി പ്രവർത്തന പുരോഗതിയിൽ മുന്നിലെത്തിയ പൂമംഗലം, ഒരുമനയൂർ, കടപ്പുറം, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും തളിക്കുളം, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും മന്ത്രി അഭിനന്ദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി, ജില്ലാ കളക്ടർ ഡോക്ടർ A. കൗശികൻ, തദ്ദേശ സ്വയംഭരണ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടുമ്പ് സ്വദേശി പടിഞ്ഞാറെ പീടികയിൽ അബു മകൻ 20 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇടിച്ചത്. ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാഞ്ഞിരക്കോട് സൂപ്പർ മാർക്കറ്റിലെ പാർട്ട് ടൈം ജീവനക്കാരനാണ് ആഷിഖ്. അപകടത്തിനിടയാക്കിയ ബസ്സിലെ ഡ്രൈവറെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂനതകൾ പരിഹരിച്ച് കാർഷികാഭിവൃദ്ധിക്കായി ഫയലിൽ നിന്ന് വയലിലേക്കുള്ള പ്രവർത്തന മികവിലേക്ക് കേരള കാർഷിക സർവകലാശാലയെ മാറ്റിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് പുതിയതായി നിർമ്മിച്ച C. അച്യുതമേനോൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പുതിയ സ്പോർട്സ് പവലിയന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി കാർഷിക കർമ്മസേനയുടെയും അഗ്രോ സർവീസ് സെന്ററുകളുടെയും ഏകോപനം സംസ്ഥാനത്ത് അനിവാര്യമാണ്. ഇത് മുൻനിർത്തി ഇവയുടെ ഏകോപന പ്രവർത്തനങ്ങൾ സർക്കാർ ഉടൻ സാധ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് K. രാജൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സർവകലാശാല ജനറൽ കൌൺസിൽ അംഗമായ KV വിജയദാസ് MLA, മടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS വിനയൻ, സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ P. രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതീയ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച പുതിയ മന്ദിരത്തിൽ വൈസ് ചാൻസലറുടേതടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളും പ്രവർത്തിക്കും. ഇതോടെ സർവകലാശാല ആസ്ഥാന മന്ദിരമായും പഠന ഗവേഷണ മന്ദിരം മാറും. നിലവിലെ സർവകലാശാല മൈതാനത്ത് 4200 ചതുരശ്രടി വിസ്തീർണത്തിലുള്ള സ്പോർട്സ് പവലിയനാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വീതം ഉപയോഗിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. മടങ്ങിവരാം ഇടവേള കഴിഞ്ഞ്.
തൃശൂർ CBSE സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ദേവമാത സ്കൂൾ 475 പോയിന്റ് നേടി മുന്നിട്ട് നിൽക്കുന്നു. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ 426 പോയിന്റ് നേടി തൊട്ടുപിന്നിലുണ്ട്. തൃപ്രയാർ ലെമർ സ്കൂൾ 354 പോയിന്റും IES ചിറ്റിലപ്പള്ളി 345 പോയിന്റും നേടിയിട്ടുണ്ട്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെ 8ഓടെയായിരുന്നു അന്ത്യം. രോഗബാധിതനായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മലയാളത്തിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച എഴുത്തുകാരിൽ പ്രമുഖനായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള. 1940 ഏപ്രിൽ 30 മടപ്പള്ളിക്കടുത്ത് ഒഞ്ചിയത്ത് ജനിച്ച പുനത്തിൽ കഥ, നോവൽ എന്നീ രംഗങ്ങളിൽ തന്റെ സുവർണമുദ്ര പതിപ്പിച്ചു. സ്മാരകശിലകൾ എന്ന നോവലാണ് പുനത്തിൽ എന്ന എഴുത്തുകാരന്റെ നാഴികക്കല്ല്. ചെറുകഥയ്ക്കും നോവലിനും യാത്രാ വിവരണത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു. സ്മാരകശിലകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടി. സരസമായ എഴുത്തുകൊണ്ട് ആസ്വാദകരുടെ മനസ്സ് കീഴടക്കിയ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരനായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെന്ന് സാഹിത്യ ഭിഷഗ്വരൻ. തീരുമാനിച്ച കുഞ്ഞബ്ദുള്ളയെ ചെയ്യപ്പെട്ടിരുന്നു. വടക്കേ മലബാറിലെ മുസ്ലിം ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച സ്മാരകശിലകൾ അറബിക്കഥകളെ ഓർമ്മിപ്പിക്കുന്ന മായികത കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. സ്മാരകശിലകളിൽ ന്യൂസ് ഡെസ്ക് TCV. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ സിറ്റി പോലീസ് നടത്തുന്ന വേണ്ട ബ്രോ ക്യാമ്പയിന്റെ ഭാഗമായി മാറുന്ന ലോകത്തിന് മയങ്ങാത്ത യുവത്വത്തിന് സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യവുമായി തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിലെ 2000-ലധികം വിദ്യാർത്ഥിനികൾ ചേർന്ന് നടത്തിയ മഹാസന്ദേശ റാലിയും ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി. മാറുന്ന ലോകത്തിന് മയങ്ങാത്ത യുവത്വത്തിന് സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ശക്തൻ തമ്പുരാൻ കോളേജിലെ 2000-ലധികം വരുന്ന വിദ്യാർത്ഥിനികൾ അണിനിരുന്ന സന്ദേശ റാലി ACP P വാഹിദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പാറമേക്കാവ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി തെക്കേഗോപുരനടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ACP P വാഹിദ്, ശക്തൻ തമ്പുരാൻ കോളേജ് പ്രതിനിധി വന്ദന മുകുന്ദൻ എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് വിദ്യാർത്ഥിനികളടക്കം ഏവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. 2000-ലധികം വിദ്യാർത്ഥിനികൾ സംഗീതത്തിനൊപ്പം ചുവടുവെച്ച ഫ്ലാഷ് മോബ് ഏവരിലും ലഹരിവിരുദ്ധ തരംഗമായി. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ സിറ്റി പോലീസ് നടത്തുന്ന വേണ്ട ബ്രോ ക്യാമ്പയിന് ശക്തമായ പിന്തുണയും ആവേശവും നൽകുന്നതായി ശക്തൻ തമ്പുരാൻ കോളേജിലെ വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന് നടത്തിയ മഹാറാലിയും ഫ്ലാഷ് മോബും. ലഹരിവിരുദ്ധ പ്ലാക്കാർഡുകളുമേന്തി പ്രതീകാത്മകമായി ലഹരി വസ്തുക്കളെ പിടിച്ചുകെട്ടിക്കൊണ്ടായിരുന്നു റാലി. വിദ്യാർത്ഥിനികളുടെ ഫ്ലാഷ് മോബിന് മുന്നോടിയായി വേണ്ട ബ്രോ ക്യാമ്പയിനിലെ പോലീസ് അംഗങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് അരങ്ങേറി. ശക്തൻ തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പൽ അജിത് കുമാർ രാജ, ഡയറക്ടർ ജോജു തരകൻ, അധ്യാപകൻ K ജയകുമാർ, കൺട്രോൾ റൂം CI ബെന്നി, ട്രാഫിക് SI PP ജോയ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് TCV. അർദ്ധരാത്രിയിൽ പ്രതിയെ തേടിയെത്തിയ പോലീസ് വീടിന് നേരെ ആക്രമണം നടത്തിയതായി പരാതി. പ്രതി വീട്ടിലില്ലെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. വരവൂർ പഞ്ചായത്തിലെ ഇട്ടോണം ചേലൂർ പീടികയിൽ ഹമീദിന്റെ വീടിന് നേരെയാണ് ചാലിശ്ശേരി പോലീസ് ആക്രമണം നടത്തിയത്. 2 ആഴ്ച മുമ്പ് ചാലിശ്ശേരി പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ രേഖകൾ കൈവശമില്ലാതെ ബൈക്ക് ഓടിച്ചതിന് ഹമീദിന് പിഴ ചുമത്തിയിരുന്നു. പിഴത്തുകയെ ചൊല്ലി ഹമീദും പോലീസ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം നടന്നു. തുടർന്ന് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച്
ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ഹമീദിനെതിരെ പോലീസ് കേസെടുത്തു. ഹമീദ് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഉത്തരവിന്റെ കോപ്പി ലഭിക്കുന്നതിനു മുമ്പ് ഹമീദിനെ പിടികൂടുന്നതിനു വേണ്ടി അർദ്ധരാത്രിയിൽ പോലീസ് വീട്ടിലെത്തുകയായിരുന്നു. 3 വാഹനങ്ങളിലായി എത്തിയ പോലീസ് വീട് വളയുകയും കോളിംഗ് ബെല്ലടിച്ച് വീട്ടുകാരെ ഉണർത്തി ഹമീദിനെ ഇറക്കിവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സമയം ഹമീദ് വീട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യ നജിദയും ചെറിയ 2 മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഹമീദ് ഇല്ല എന്നറിയിച്ച ഭാര്യ നജിദയെ അസഭ്യം പറഞ്ഞ പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചു. ഫ്യൂസ് ഊരി വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷം വീടിന്റെ മുന്നിലെയും വശങ്ങളിലെയും ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇന്നലെ ഒരു 1:30 മണിയാകുമ്പോഴാണ് പോലീസുകാർ വീട്ടിൽ വന്നത്. അവർ വന്നിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞു. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ആരാന്ന് ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞവർ ഞങ്ങൾ പോലീസുകാരാണ്, വാതിൽ തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആണുങ്ങളൊന്നും ഇല്ല പറഞ്ഞു നോക്കുമ്പോൾ അവർ അനാവശ്യ വർത്തമാനങ്ങളാണ് പറഞ്ഞത്. വാതിലൊക്കെ ചവിട്ടി പൊളിക്കുകയൊക്കെ ചെയ്തു, നല്ല ചവിട്ടുകയൊക്കെ ചെയ്ത് ജനലടിച്ച് പൊട്ടിച്ചു. പിന്നെ മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ട് വയറൊക്കെ വലിച്ചിട്ടവർ. വീടിന്റെ പോർച്ചിൽ കിടന്നിരുന്ന കുട്ടികളുടെ സൈക്കിളിനും ഓട്ടോറിക്ഷയ്ക്കും പോലീസ് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ജനലിത് പൊട്ടിക്കണ സൗണ്ടും ചവിട്ടണ സൗണ്ടും പിന്നെ അവരെല്ലാവരും കുറേ തെറി വിളിക്കലൊക്കെ ആയിരുന്നു. പോലീസാണ് ആക്രമണം നടത്തിയതെന്ന് അയൽവാസി പറഞ്ഞു. പെരയുടെ ചുറ്റുഭാഗം ടോർച്ച് കാണാണ്ട് വീടിൻ്റെ. അങ്ങനെ ഞാൻ വീടിൻ്റെ വടക്കോർത്ത് ഇറങ്ങിയത്, മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മുറ്റത്തേക്ക് ആ പ്ലാവിൻ്റെ മതിലിൻ്റെ അവിടേക്ക് വന്നപ്പോൾ 3 വണ്ടി കിടക്കുന്നുണ്ട്. യുവതിയും പെൺകുട്ടികളും മാത്രമുണ്ടായിരുന്ന വീട്ടിൽ ചാലിശ്ശേരി പോലീസ് നടത്തിയ അക്രമത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. വീട് നിലനിൽക്കുന്ന എരുമപ്പെട്ടി പോലീസിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും വീട്ടുകാർ പരാതി നൽകി. TCV എരുമപ്പെട്ടി. മുറ്റിച്ചൂർ പുഴയിൽ ചാടിയ യുവാവ് മുങ്ങി മരിച്ചു. തളിക്കുളം പുതിയങ്ങാടി സ്വദേശി തറയിൽ പ്രസാദിന്റെ മകൻ 30 വയസ്സുള്ള പ്രജിത്താണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. ബൈക്ക് പാലത്തിൽ നിർത്തിവെച്ചതിന് പിന്നാലെ പ്രജിത്ത് പുഴയിൽ ചാടുകയായിരുന്നു. വിവരമറിഞ്ഞ് അന്തിക്കാട് പോലീസും നാട്ടുകാരും പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിൽ ഉച്ചയോടെ പ്രജിത്തിന്റെ മൃതദേഹം പാലത്തിനരികിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ പഴയന്നൂരിൽ കാറിൽ സ്പിരിറ്റ് കടത്തിയ കേസിലെ പ്രതികളെ 4 വർഷം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. പഴയന്നൂർ കല്ലേപ്പാടം വീട്ടിൽ കൃഷ്ണകുമാർ, പഴയന്നൂർ തിരുത്തിപ്പുള്ളിപ്പറമ്പിൽ വീട്ടിൽ ഹരിദാസ് എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെന്നത്ത് ജോർജ് ശിക്ഷിച്ചത്. 2009-ലാണ് കേസിനാസ്പദമായ സംഭവം. തിരുവില്ലാമല പഴയന്നൂർ സംസ്ഥാന പാതയിൽ പരിശോധനയ്ക്കിടയിൽ അമിത വേഗത്തിൽ വന്ന ടാറ്റ ഇൻഡിക്ക കാർ പഴയന്നൂർ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. വാഹനത്തിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച 2 വലിയ കന്നാസുകളിൽ നിന്നാണ് 70 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. പഴയന്നൂർ സബ് ഇൻസ്പെക്ടറായിരുന്ന ജെ മാത്യുവാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. പ്രതിഭാഗത്ത് നിന്ന് 2 രേഖകളും ഹാജരാക്കി. പിഴയടച്ചില്ലെങ്കിൽ 3 മാസം തടവ് അനുഭവിക്കണമെന്നും ശിക്ഷാവിധിയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോൺസൺ ടി തോമസ്, അഭിഭാഷകരായ MP ഷിജു, KH ഹരിപ്രിയ എന്നിവർ ഹാജരായി. മറ്റൊരു ഇടവേള. വാർത്തകളിലേക്ക്. തൃശൂർ KSRTC സ്റ്റാൻഡിൽ MD A ഹേമചന്ദ്രന്റെ മിന്നൽ സന്ദർശനം അധികൃതരെ അമ്പരപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ആരെയും അറിയിക്കാതെ അദ്ദേഹം തൃശൂർ ഡിപ്പോ സന്ദർശിച്ചത്. റോഡ് സൈഡിൽ വാഹനം പാർക്ക് ചെയ്ത് ഓഫീസിന് സമീപം വാഹനങ്ങൾ വന്നുപോകുന്നത് വീക്ഷിക്കുകയായിരുന്ന MDയെ ആർക്കും മനസ്സിലായില്ല. ഇതിനിടയിൽ ചായ കുടിക്കുകയായിരുന്ന 2 ജീവനക്കാർക്ക് സംശയം തോന്നുകയും ATOയെ അറിയിക്കുകയുമായിരുന്നു. സ്റ്റാൻഡിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തിക്കഴിഞ്ഞിരുന്നു. പിന്നീട് അധികൃതരെത്തി MDയെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സോണൽ ഓഫീസ് ജീവനക്കാരുടെ ക്യാബിൻ, ബാത്റൂം എന്നിവിടങ്ങളിലും അദ്ദേഹം പരിശോധന നടത്തി. പിന്നീട് ഗാരേജിൽ അപകടം നടന്ന സ്ഥലവും പരിശോധിച്ചു. റോഡ് സൈഡിലെ അനധികൃത പാർക്കിംഗും നിരീക്ഷിച്ച ശേഷമാണ് MD മടങ്ങിയത്. അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ എല്ലാ വിവരങ്ങളുമായി എത്താൻ സോണൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ATO M വാസുദേവൻ, ഇൻസ്പെക്ടർ KN നാരായണൻ, KV ഡേവി എന്നിവർ MDയെ ഡിപ്പോയുടെ പ്രശ്നങ്ങൾ ധരിപ്പിച്ചു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിടിച്ച് മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്ന് നഗരത്തിലെ ബസ് സ്റ്റാൻഡുകളിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്ത പരിശോധന നടത്തി. തൃശൂർ വടക്കേ സ്റ്റാൻഡ്, ശക്തൻ സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 22 ബസ്സുകൾക്ക് നോട്ടീസ് നൽകി. സ്പീഡ് ഗവർണർ, പിൻവാതിൽ, ഹാൻഡ് ബ്രേക്ക് എന്നിവ ഘടിപ്പിക്കാത്ത ബസ്സുകൾക്കാണ് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയത്. സംയുക്ത പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. അനിൽ അക്ര MLAയുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് രംഗത്ത്.
മന്ത്രി രവീന്ദ്രനാഥ് RSS ചേരാനെല്ലൂർ ശാഖ അംഗമായിരുന്നുവെന്നും സെന്റ് തോമസ് കോളേജിൽ ABVPയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ ആളാണെന്നുമാണ് കഴിഞ്ഞ ദിവസം അനിൽ അക്കര ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. എന്നാൽ MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രി C. രവീന്ദ്രനാഥ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും താൻ ABVPയുമായി ബന്ധപ്പെട്ടിട്ടില്ല. യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ചാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ശക്തമാക്കി. നഗരത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 5 വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് പിടിയിലായതായും സൂചനയുണ്ട്. നേരത്തെ വിവിധ മോഷണ കേസുകളിൽപ്പെട്ട പ്രതിയെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നടുവിലാലിലെ ചെരുപ്പുകടയിൽ നടന്ന മോഷണവുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് റോഡിലെ 4 കടകളിലും നടുവിലാലിലെ ചെരുപ്പുകടയിലുമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മോഷണം നടന്നത്. ഇനി CBSE ജില്ലാ കലോത്സവ വിശേഷങ്ങളിലേക്ക്. ബെയ്ത്തുപാട്ടുകളുടെ ഇരടികളുമായി അരങ്ങ് തകർത്ത ദഫ്മുട്ട് മത്സരം ആവേശമായി മാറി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മാറ്റുരച്ചത് 25 ടീമുകൾ. പുണ്യപ്രവാചകന്റെ മഹത് ബെയ്ത്തുകൾ അഥവാ പ്രകീർത്തന കാവ്യങ്ങൾ പാടി ചാഞ്ഞും ചെരിഞ്ഞും ഇരുന്നും നിന്നുമെല്ലാം അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചും മന്ത്രമുഖരിതമായ ദഫിന്റെ തുടികൊട്ടുകളാലും ദഫ്മുട്ട് മത്സരാർത്ഥികൾ വേദിയെ ഇളക്കിമറിച്ചു. ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകാൻ വേണ്ടി പണ്ടുകാലത്ത് പ്രചാരത്തിലിരുന്ന മാപ്പിള കലാരൂപമാണ് ദഫ്മുട്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 17 ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 8 ടീമുകളുമാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. മുഹമ്മദ് നബിയുടെയും മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെയും ഖലീഫമാരുടെയും പ്രകീർത്തനങ്ങൾ നിറഞ്ഞ മണിക്കൂറുകൾ കാണികളുടെ ചുണ്ടിലും മനസ്സിലും പഴയ ആഘോഷരാവുകളുടെ ഇസ്ലാമിക പെരുമയറിയിച്ചു. ദഫിൻ്റെ താളവും ശബ്ദവിന്യാസവും മെയ്വഴക്കവുമെല്ലാമായി സദസ്സിനെ ഇളക്കിമറിച്ച 25 ദഫ്മുട്ട് സംഘങ്ങളുടെ പ്രകടനം കണ്ടുനിന്നവരിൽ ആവേശ കുളിർമഴ വർഷിച്ചു. കൾച്ചറൽ ഡെസ്ക് TCV. ക്രിസ്തീയ കലാരൂപമായ മാർഗംകളി മത്സരത്തിൽ പെൺപട തകർപ്പൻ ചൂടുകൾ വെച്ചു. അതേസമയം ആൺകുട്ടികൾക്കും മാർഗംകളി മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം നൽകണമെന്ന ആവശ്യം ഉയരുകയാണ്. മാർത്തോമ ക്രിസ്ത്യാനികൾ പെരുന്നാൾ, വിവാഹം തുടങ്ങിയ ആഘോഷവേളകളിലും വിശേഷാവസരങ്ങളിലും കളിച്ചിരുന്ന നാടൻ കലാരൂപമാണ് മാർഗംകളി. എന്നാൽ ഇന്ന് ഈ കലാവതരണം കലോത്സവ വേദികളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. നിലവിളക്ക് യേശുവായും കളിക്കുന്ന 12 പേർ ശിഷ്യന്മാരായും സങ്കല്പിച്ചാണ് ഈ കലാരൂപം അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ കലോത്സവ വേദികളിൽ ഗായിക അടക്കം 7 മത്സരാർത്ഥികൾക്കാണ് മാർഗംകളിയിൽ പങ്കെടുക്കാൻ അവസരം. ചട്ടയും മുണ്ടും തളയും മേക്കാമോതിരവുമെല്ലാം അണിഞ്ഞെത്തിയ പെൺകുട്ടികൾ ചെന്തമിഴ് ഭാഷയിലുള്ള സുറിയാനി ശീലുകൾക്കൊപ്പം മുദ്രകൾ കാട്ടിയും ചൂടുകൾ വെച്ചും ആടിത്തിമിർത്തപ്പോൾ CBSE ജില്ലാ കലോത്സവ വേദിയിലെ ഈ സദസ്സ് ആവേശത്തിമിർപ്പിലായി. UP വിഭാഗത്തിൽ 13 ടീമും ഹൈസ്കൂൾ വിഭാഗത്തിൽ 16 ടീമും ഹയർ സെക്കൻഡറി മത്സരത്തിൽ 7 ടീമുകളുമാണ് മാറ്റുരച്ചത്. അതേസമയം പണ്ട് മാർഗംകളി പുരുഷന്മാരുടെ കലാരൂപമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. കലോത്സവ വേദികളിൽ പെൺകുട്ടികൾക്ക് ഈ കലാരൂപം അവതരിപ്പിക്കാൻ അവസരം കൊടുത്തതോടെ പുരുഷന്മാർ ഈ രംഗത്ത് നിന്ന് പിന്മാറുകയാണുണ്ടായതെന്നും ആൺകുട്ടികളെയും മാർഗംകളി മത്സരത്തിൽ പങ്കെടുപ്പിക്കണമെന്നും സംസ്ഥാന കലോത്സവങ്ങൾക്കടക്കം വിവിധ കലോത്സവങ്ങളുടെ വിധികർത്താവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ സ്റ്റഡീസ് ചെയർമാനുമായ OD വർക്കി പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ കലാരൂപമാണ്. കലോത്സവത്തിൽ ഇത് പെൺകുട്ടികൾക്ക് കൂടി മത്സരിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ പുരുഷന്മാർ ഈ രംഗത്തു നിന്ന് മാറി നിൽക്കുകയാണ്. ഒരു പാരമ്പര്യ കലാരൂപം എന്ന നിലയിൽ പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും
ആൺകുട്ടികൾക്ക് കൂടി കലോത്സവങ്ങൾക്ക് അവസരം കൊടുക്കണമെന്നുള്ളതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ സ്റ്റഡീസിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. മത്സരാവേശം കൊണ്ടും ടീമുകളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ മാർഗംകളി മത്സരം വീക്ഷിക്കാനെത്തിയത് നിറഞ്ഞ സദസ്സായിരുന്നു. ഒരു മാർഗവുമില്ലാതെ കളിക്കുന്ന കളിയല്ല കേട്ടോ മാർഗം കളി. മറിച്ച് മാർത്തോമ ക്രിസ്ത്യാനികൾ ക്രിസ്തീയ മാർഗം സ്വീകരിച്ചതിൻ്റെ ഓർമ്മകൾ അയവിറക്കിയാണ് ഈ കലാരൂപം അവതരിപ്പിക്കപ്പെടുന്നത്. പെൺകുട്ടികൾ തകർത്തു തന്നെ ആടി കയ്യടി നേടി. ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TCV ന്യൂസ്. നിറങ്ങളും നൃത്താവേശവും സമന്വയിച്ച സംഘനൃത്തവേദി ആസ്വാദകരുടെ മനം നിറച്ചു. കുഞ്ഞു നർത്തകിമാർ പല വേഷങ്ങളിലും ഭാവങ്ങളിലും വിവിധ കലാവതാരണങ്ങളുമായി വേദിയിൽ തിമിർത്താടി. കുഞ്ഞു നർത്തകിമാർ മനം നിറഞ്ഞാടിയ സംഘനൃത്തം പ്രധാന വേദിയായ അശ്വതിയെ ആവേശഭരിതമാക്കി. വേടനും നഴ്സും ഉണ്ണിയാർച്ചയും യോദ്ധാവുമൊക്കെയായി കുരുന്നുകൂട്ടം വേദിയിൽ ആടിത്തിമിർത്തപ്പോൾ സദസ്സും ഹർഷാരവങ്ങളോടെയാണ് വരവേറ്റത്. ടീമുകളാണ് ജൂനിയർ ഗ്രൂപ്പ് ഡാൻസ് മത്സരത്തിൽ മാറ്റുരച്ചത്. മഹാഭാരത യുദ്ധത്തിൽ നിന്ന് തുടങ്ങി രണ്ടാം ലോക മഹായുദ്ധമെല്ലാം അവതരിപ്പിച്ച് ഇപ്പോഴും യുദ്ധങ്ങൾ അരങ്ങേറുകയാണെന്നും ഇത് നിർത്തലാക്കണമെന്നുമുള്ള സന്ദേശവും വരച്ചുകാട്ടിയ ആതിഥേയരായ പാറമേക്കാവ് വിദ്യാമന്ദിറിലെ കുട്ടിപ്പെൺപട സംഘനൃത്തത്തിൽ 1ാം സ്ഥാനം നേടി. ആദ്യമായിട്ടാണ് സഹോദരിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ കിഡ്സ് ഹോസ്റ്റലിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ചാവക്കാട് പുന്നയിൽ വീണ്ടും സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. 2 CPM പ്രവർത്തകരുടെ ബൈക്കുകൾ കത്തിച്ചു. CPM പുന്ന ബ്രാഞ്ച് സെക്രട്ടറി KR മോഹനന്റെ സൈക്കിൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. പുന്ന കറുപ്പംവീട്ടിൽ മുഹമ്മദ് അലി, രായമറക്കാർ വീട്ടിൽ അലി എന്നിവരുടെ ബൈക്കുകളാണ് കത്തിച്ചത്. വ്യാഴാഴ്ച രാത്രി 1 മണിയോടെയാണ് സംഭവം. വലിയ ശബ്ദം കേട്ട് അലി ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് ബൈക്ക് കത്തുന്നത് കണ്ടത്. ഉടൻ തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. മുഹമ്മദ് അലിയുടെ ബൈക്ക് വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് സമീപത്തെ പറമ്പിൽ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPM ബ്രാഞ്ച് ഓഫീസിലേക്ക് മനുഷ്യവിസർജ്യം വലിച്ചെറിയുകയും CPMന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി ഫോറൻസിക് വിരലടയാള വിദഗ്ധരെത്തി. ഫോറൻസിക് വിദഗ്ധൻ PK അനീഷ്, വിരലടയാള വിദഗ്ധൻ U രാമദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ബൈക്കുകളുടെ അവശിഷ്ടങ്ങളും മറ്റും സംഘം ശേഖരിച്ചു. കാതിക്കുടം നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഒഴുക്കി വിടുന്നത് തടഞ്ഞുകൊണ്ട് ചാലക്കുടി മുൻസിഫ് കോടതി ഇഞ്ചക്ഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. കക്കാട് കണ്ണാമ്പലത്ത് അമ്മുക്കുട്ടിയമ്മ മകൾ സതീദേവി ചാലക്കുടി മുൻസിഫ് കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണ് ഈ ഉത്തരവ്. കേസിൽ മലിനീകരണ വിവരം പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് അഡ്വക്കേറ്റ് ജോഷിമോനെ കോടതി കമ്മീഷനായി നിയമിച്ചു. കമ്മീഷൻ പ്രദേശത്ത് പരിശോധന നടത്തിയ ശേഷം 30-ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കമ്പനിയുടെ പ്രവർത്തനം മൂലം ചാലക്കുടി പുഴ മലിനീകരണപ്പെടുന്നതിനെതിരെ പൊതുജന പ്രക്ഷോഭം കുറെ വർഷങ്ങളായി നടന്നുവരികയാണ്. മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ നിരവധി മാനദണ്ഡങ്ങളും നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനമെന്നും ആരോപണമുണ്ടായിരുന്നു. കമ്പനിയുടെ മാലിന്യ പൈപ്പ് പൊട്ടി സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് മാലിന്യങ്ങൾ ഒഴുകിയെത്തിയതിനെ തുടർന്നാണ് പരാതിക്കാരി കോടതിയെ സമീപിച്ചത്. ഇടവേള. വാർത്തകളിലേക്ക്. സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. ചിയാരം എളവത്ര വീട്ടിൽ ബിനോയിയെയാണ് പിടികൂടിയത്. എടക്കുന്നി സ്വദേശിയായ യുവാവിൽ നിന്ന് കുറിസംഖ്യ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിനെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ പോലൂക്കര സ്വദേശി ചുക്കത്ത് വീട്ടിൽ രത്നകുമാറിനെയാണ് പോലൂക്കരയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 2001-ൽ ഭാര്യയെ വിഷം കൊടുത്ത് കൊന്ന കേസിൽ 7 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. പോക്സോ നിയമപ്രകാരം ഉല്ലൂർ CI KK സജീവാണ് അറസ്റ്റ് ചെയ്തത്.
തൃത്തല്ലൂരിൽ ബൈക്കിടിച്ച് സൈക്കിൾ യാത്രികയായ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. തൃത്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് പടിഞ്ഞാറ് പുതിയ വീട്ടിൽ ഹസൻ അലിയുടെ മകൾ റമീഷയ്ക്കാണ് പരിക്കേറ്റത്. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റമീഷ. അപകടം നടന്നയുടൻ യുവാവ് ബൈക്കുമായി രക്ഷപ്പെട്ടു. കാലിനും മുഖത്തും പരിക്കേറ്റ വിദ്യാർത്ഥിനിക്ക് സമീപത്തെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കും. രക്ഷിതാക്കൾ വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകി. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കടവി രഞ്ജിത്തിന് കഞ്ചാവ് നൽകാനെത്തിയ 2 പേരെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കടവി രഞ്ജിത്തിന്റെ ആരാധകരായ മാറ്റാമ്പുറം സ്വദേശി കറുപ്പംവീട്ടിൽ റഫീഖ്, വളർക്കാവ് സ്വദേശി ഉല്ലൂക്കാരൻ വീട്ടിൽ എഡ്വിൻ എന്നിവരെയാണ് ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ ജയിലിൽ കഴിയുന്ന കടവി രഞ്ജിത്തിനെ തൃശൂർ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതറിഞ്ഞ് കഞ്ചാവുമായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇരുവരും ഷാഡോ പോലീസിന്റെ പിടിയിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. VR പുരം പയ്യപ്പള്ളി വീട്ടിൽ ബോബൻ, പോട്ട കുന്നുമേൽ വീട്ടിൽ അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. സൗത്ത് ജംഗ്ഷനിലെ ഫ്ളൈ ഓവറിന് സമീപം കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് അറസ്റ്റ്. ഇവരിൽ നിന്ന് 20 ഗ്രാം കഞ്ചാവും 350 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ചെറിയ പാക്കറ്റുകളിലാക്കി 500 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് ഇവർ പറഞ്ഞു. SI VS വത്സകുമാർ, ASI ഷാജു എടത്താടൻ തുടങ്ങിയവർ പ്രതിയെ പിടികൂടാൻ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൽ ചെമ്പൈ സംഗീതോത്സവം സബ് കമ്മിറ്റി യോഗം ചേരുന്നത് CPM അനുകൂല സംഘടനയായ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ തടഞ്ഞു. അഡ്മിനിസ്ട്രേറ്ററുടെ അഭാവത്തിൽ യോഗം ചേരുന്നത് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് തടഞ്ഞത്. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥരടക്കമുള്ള സബ് കമ്മിറ്റി അംഗങ്ങൾ യോഗം ചേരാനാകാതെ മടങ്ങി. വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ സ്ത്രീകളടക്കമുള്ള 50ഓളം പ്രവർത്തകർ കോൺഫറൻസ് ഹാളിന് മുൻപിൽ ഉപരോധം തീർക്കുകയായിരുന്നു. യോഗം ചേരാനെത്തിയ സബ് കമ്മിറ്റി അംഗങ്ങളെ ഹാളിനകത്തേക്ക് കയറ്റിവിട്ടില്ല. തുടർന്ന് സമരക്കാരുമായി നടന്ന വാക്കേറ്റത്തിനൊടുവിൽ മടങ്ങിപ്പോവുകയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാത്തതിനാൽ ജീവനക്കാരുടെ ശമ്പളവും പ്രമോഷനും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി ചീഫ് ഫിനാൻസ് ഓഫീസറുടെ കത്ത് പ്രകാരമാണ് യോഗം ചേരാൻ തീരുമാനിച്ചത്. ഇതിന് ഈ ഉദ്യോഗസ്ഥന് അധികാരമില്ലെന്നും കഴിഞ്ഞ മാസം 3-ന് അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചു ചേർത്ത സബ് കമ്മിറ്റി യോഗത്തിനെത്തിയവരെ ഭരണസമിതി തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്നും ഇവർ ആരോപിച്ചു. ഏനമാക്കൽ വടക്കേ കൂഞ്ചിറ കോൾപ്പടവിന്റെ ചീപ്പ് തകർന്ന് വെള്ളം പടവിലേക്ക് കുത്തിയൊഴുകി. കൂടുതൽ മരപ്പലക ഉപയോഗിച്ച് ചീപ്പ് അടയ്ക്കാനുള്ള ശ്രമം കർഷകർ ഏറെ നേരം തുടർന്നു. പടവിന്റെ പല ഭാഗത്തും ബണ്ട് കവിഞ്ഞ് വെള്ളം പാടത്തേക്ക് ഒഴുകുന്നത് കൃഷിക്ക് ഭീഷണിയായി മാറി. ഏനമാക്കൽ റെഗുലേറ്റർ അടച്ചതിനെ തുടർന്ന് പ്രധാന കനാലുകളിലും ചെമ്മീൻ ചാലിലും വെള്ളം ഉയർന്നു. കൂടുതൽ വെള്ളം ഉയർന്നാൽ ബണ്ട് തകർന്ന് 300 ഏക്കർ കൃഷി നശിക്കുമെന്നും അതിന് ഉത്തരവാദിത്വം റെഗുലേറ്റർ അടച്ചവർ ഏറ്റെടുക്കേണ്ടി വരുമെന്നും പടവ് ഭാരവാഹികൾ പറഞ്ഞു. ഏലമുത, കിഴക്കേ കരിമ്പാടം, പടിഞ്ഞാറേ കരിമ്പാടം എന്നീ പടവുകളിൽ വിത നടക്കുകയും വടക്കേ കോഞ്ചിറ, തെക്കേ കോഞ്ചിറ പടവുകളിൽ നെൽച്ചെടികൾ വളർന്നു വരികയും ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റർ അടച്ചത് ചാലുകളിൽ വെള്ളത്തിന്റെ അളവ് കൂടാൻ ഇടയാക്കി. ഇതിനിടെ ചാലിലെ ചണ്ടി നീക്കാൻ കരാർ എടുത്തവരാണ് കഴിഞ്ഞ ദിവസം റെഗുലേറ്റർ അടച്ചതിന്റെ പിന്നിലെന്ന് കർഷകർ ആരോപിച്ചു. ഫേസ് കനാലിൽ വെള്ളത്തിന്റെ അളവ് 110 ആയി ഉയർന്നിട്ടും ഷട്ടർ തുറക്കുന്നതിന് തയ്യാറായില്ലെന്ന് കർഷകർ ആരോപിച്ചു. ഇതിനിടെ റെഗുലേറ്ററിന്റെ ഒരു ഷട്ടർ തുറന്നത് കർഷകരിൽ ആശ്വാസമുയർത്തി. തൃശൂരിലെ ലോട്ടറി ഓഫീസറായിരുന്ന സന്തോഷ് കുമാർ സെന്നിനെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടു. വിജിലൻസ് കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സന്തോഷിന്റെ സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ളവ തടഞ്ഞുവച്ചിരുന്നത്. നവംബർ 10-നകം അർഹമായ സ്ഥാനക്കയറ്റം നൽകണമെന്നും ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. നിലവിൽ കാരുണ്യ പദ്ധതിയുടെ ഓഫീസറാണ് നെടുപുഴ സ്വദേശിയായ സന്തോഷ് കുമാർ സെൻ. നിർമ്മാണ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കരിങ്കൽ, മണ്ണ്, മണൽ എന്നിവയിൽ വന്ന നിയന്ത്രണവും സിമന്റ്, കമ്പി തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളിൽ വന്ന അമിതമായ വിലവർദ്ധനവും നിർമ്മാണ മേഖലയെ കടുത്ത പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സംസ്ഥാന സമ്മേളനം BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് E ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ഹോട്ടലിൽ നിന്ന് 16 ലക്ഷം രൂപയുടെ കള്ളനോട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശി അശോകനാണ് പിടിയിലായത്. കൂട്ടുപ്രതികൾ കാമറൂൺ സ്വദേശികളാണെന്ന് പോലീസ്. പൂങ്കുന്നത്ത് ആഫ്രിക്കൻ ഒച്ചിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം. റെയിൽവേ സ്റ്റേഷന്റെയും ഇതര സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി പരാതി.
56,000 കുടുംബങ്ങൾക്ക് മാർച്ച് 31-നകം പുതിയ വീട്ടിൽ ഗൃഹപ്രവേശം ഒരുക്കുമെന്ന് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ. അടുത്ത വർഷം 1 ലക്ഷം കുടുംബങ്ങൾക്കും വീട് പണിത് നൽകുമെന്നും മന്ത്രി. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടുമ്പ് സ്വദേശി ആഷിക്കാട് മരിച്ചത്. കാർഷിക അഭിവൃദ്ധിക്കായി കേരള കാർഷിക സർവകലാശാലയെ മാറ്റിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. കാർഷിക കർമ്മസേനയുടെയും അഗ്രോ സർവീസ് സെന്ററുകളുടെയും ഏകോപനം സാധ്യമാക്കുമെന്നും മന്ത്രി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, ജോയ ലൂക്കാസ്.